ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടോ. നമ്മൾ ഇപ്പോൾ ഗുണ്ടൽപേട്ടയാണ് ഉള്ളത്. നമ്മളെ ഫംഗ്ഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ഒരു നിക്കാഹ് പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ ലീവിലായിരുന്നു. പിന്നെ പനി, കുര അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ലീവായി. ഇപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ ലോഡിന് കയറിൻ്റെ ഗുണ്ടൽപേട്ടയാണ് ഉള്ളത്. ഗുണ്ടൽപേട്ട മാനുപ്പാക്കാൻ്റെ ഓഫീസിലാണുള്ളത്. വണ്ടിയില്ല, രണ്ട് വണ്ടി തന്നെ ഉള്ളൂ. ഇത് കട്ടൻസ് കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. 10 വീട്ടിലാണ്. ഇതൊരു നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു മൂഡിൽ ചാറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോഡ് എങ്ങോട്ടാന്നില്ല. നാഗ്പൂർ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്, പൂന നാസിക് ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എവിടേക്കൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ പോകണം, ലോഡ് കയറ്റണം. അപ്പോൾ എവിടേക്ക് ലോഡ് ആകുമോ നോക്കാം നമുക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് അങ്ങനെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഡ് ആയിട്ടില്ല, 6 മണിയായി. പിന്നെ അവിടെ കട്ടൻസൊക്കെ കയറി പോയിട്ടോ വണ്ടി. ഇനി ഈ സൈഡിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് കട്ടൻസ്. ട്രാക്ടറിൽ വന്ന് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. എല്ലാ വണ്ടിയും പോയി. നമ്മൾ മുമ്പ് 2 വണ്ടി ഉണ്ടായിരുന്നു, 2 വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആകണം. അതൊക്കെ ലോക്കലാണ് പോയത്, നമ്മൾ ലോങ്ങാണ് നോക്കുന്നത്. ലോക്കലിന് സമയം പോയി കിട്ടുള്ളൂ. അപ്പോൾ ലോങ് നോക്കുന്ന കരുതി. ഇത് കാറ്റാടിമാരാ തോന്നുന്നു കണ്ടിട്ട്. അപ്പം നമുക്ക് ലോഡായത് ലോക്കൽ ലോഡാണ് ആയത്. പഞ്ചസാര വളാഞ്ചേരിക്കാണ് നമുക്ക് ലോഡായത്. ലോങ് നോക്കി നിന്ന് 2 ദിവസം നിന്നു. ഇതാകാ യെസ്, ലോങ് എന്തെങ്കിലും പോകാതിട്ട് നോക്കിയിട്ട് അത് 2 ദിവസം നിന്നു എന്നല്ലാതെ ലോഡൊന്നും സീറ്റിംഗ് ആയില്ല. പറഞ്ഞ ലോഡൊന്നും വാടക തീരെയല്ല. അപ്പോൾ ഇപ്പോൾ ലോക്കലായിട്ടുണ്ട്. വളാഞ്ചേരിക്ക് പഞ്ചസാര ബെന്നാരി എമ്മൻ അതിൽ നിന്നാണ്, കമ്പനിയിൽ നിന്നാണ് ആയിട്ടില്ല. അഞ്ചങ്കോടാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ കമ്പനിയിൽ പോയോക്കട്ടെ. കാലാവസ്ഥ ആണെങ്കിൽ ഇങ്ങനെ മഴ ചാറിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അഞ്ചങ്കോടുള്ള പാലാണ്, ശ്യാമരാജ് നഗർ പോലുള്ള പാലാണ്. ഈ പാലം 100% വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് പോകാം, ഈ പാലം ചുറ്റി പോവാം. ഇങ്ങോട്ട് വരുമ്പോൾ ആ പാലത്തുമ്പോൾ കയറിയാൽ പണിയെത്തും. മൈസൂർ ഭാഗത്ത് പോകേണ്ടി വരും. യൂട്ടേൺ അടിച്ചാണെങ്കിൽ ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പോകാം. ആ, അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈസൂർ ഭാഗത്തേക്ക് പോയിക്കാണ്ട് യൂട്ടടിക്കണം. ആ ഉണ്ടാവില്ല, അവിടേക്കുള്ളതൊക്കെ നമുക്ക് ആ ഗേറ്റ് വഴി തന്നെ പോരാൻ നല്ലത്. പഴയ റോഡിലൂടെ പോരാൻ നല്ലത്. മറ്റേ മൈസൂർ റോഡിന് പോയിട്ട് പിന്നെ അവിടെ യൂട്ടേൺ അടിക്കാൻ നിൽക്കണം, ബ്ലോക്കാക്കി. അഞ്ചങ്കോട് വെയർ ഹൗസ്. വെയർ ഹൗസൊക്കെ കുറേപാട് വണ്ടി വന്നു. വെയർ ഹൗസൊക്കെ കുറേ വണ്ടി ഉണ്ടായിരുന്നു അഞ്ചങ്കോട് വെയർ ഹൗസിൽ. ബെന്നാരിക്കുള്ള കരിമ്പിൻ്റെ വണ്ടിയാണ്. ഇതുപോലത്തെ വണ്ടികൾ കുറേ ഉണ്ടാവും. ബസ്സൊക്കെ പോയിട്ട് പുറത്ത് കയറി പോകണം. ഡബിൾ റോഡിൻ്റെ ഒരു സൗകര്യമില്ല. ചോറ് ഊറ്റാൻ പറ്റിയ മോളിൻ്റെ കൊട്ടുണ്ട് അവിടെ. ആ പൈക്കളും പോയി റോട്ടിൽ കൊണ്ട് ചോറ് ഊറ്റാൻ ഒരു കൊട്ട വാങ്ങിയേക്കണം നമുക്ക്. മറ്റേ ഇതിൻ്റെ കൊട്ടയേക്കാറല്ലേ, മുടഞ്ഞ മുളക്കൊട്ട. താങ്ക് യു സിറ്റി മുനിസിപ്പൽ കൗൺസിൽ. കരിമ്പം വണ്ടി, ട്രാക്ടറിൻ്റെ ട്രെയിലർ. ഈ റോഡിൽ ഫുള്ള് ഇങ്ങനത്തെ വണ്ടികൾ അതിനുണ്ടാവുള്ളൂ.
ട്രാക്ടറിൻ്റെ നമ്പർ MH ആണ്. അത് ബാക്കത്തത് MH 10 L 8853. അതിന് മുമ്പത്തെ കൊട്ട വേറെ നമ്പറാണ്. MH L 8852 52 അത് നമ്പറാണ്. അതും ട്രാക്ടർ MH ആണ്. ഒക്കെ അത് വേറെ നമ്പറേക്കാരം. MH 10 തന്നെ. പാടൊക്കെ കരിമ്പിൻ്റെ പാടയാണ്. അപ്പം ഇനിയിപ്പോൾ ഒക്കെ നെല്ല ഇടുന്നു ഫുള്ള് കലിയായി കിടക്കണം. ഇവിടെ കമ്പനി കാണണം, ബന്നാരിയമ്മൻ കമ്പനി. അവിടൊക്കെ ഉണ്ട് കരിമ്പൻ പാടം. കരിമ്പൻ വണ്ടികളിങ്ങനെ പായാണ് അടുത്ത ലോഡ് എടുക്കാൻ. അതാണ് കമ്പനി, ബന്നാരിയമ്മൻ കമ്പനിയാണ്. ബന്നാരിയമ്മൻ കമ്പനി. കമ്പനിൻ്റെ ബോർഡറാണ്. അതാണ് നമ്മളെ ബന്നാരിയമ്മൻ. വണ്ടികൾ കുറവാണ്. നല്ല രസമാണ് ഈ മരത്തിൻ്റെ ചുവട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട്. സിംഗിൾ വീലുകളാണ് കൂടുതൽ. സിംഗിൾ വീലാണ് ഇവിടെ കൂടുതൽ വണ്ടികൾ. ഇപ്പോൾ ഇവിടെ ഓഫീസ് ഉണ്ടല്ലോ, പോയി ചോദിക്കട്ടെ. അപ്പോൾ കമ്പനീൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കമ്പനീൻ്റെ ഗോഡൗണിന് ഇങ്ങനെ വലയം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം തൂക്കണം, എന്നിട്ടാണ് നമുക്ക് പോയിൻ്റ് തരുന്നത്. പിന്നെ പോണ വയ്ക്കാൻ തന്നെയാണ് തോന്നുന്നത് പോയിൻ്റ്. അപ്പോൾ തേറ്റി കഴിഞ്ഞതാ. ഇപ്പോൾ ഇവിടെയാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് ഇതാണ് ബ്രിഡ്ജ്. അപ്പോൾ തൂക്കാം 11,440 നമ്മൾ ലോഡ്. നമ്മൾ പായ ഇറക്കി വെച്ചിട്ടും ഉണ്ടല്ല. അപ്പോൾ തൂക്കി ഇതിൽ ഏത് പ്ലോട്ടാണാവല്ലേ. അപ്പോൾ നമ്മൾ പഞ്ചസാരയിലൂടെ നടന്നു കൊടുക്കണം. എത്ര ലൈനാണ് വന്നത്? 11 ലൈനല്ല അന്ന്. അപ്പോൾ ഒരട്ടി 50, ബാക്കിയൊക്കെ 45. അപ്പം നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. യുദ്ധാടിസ്ഥാനത്തിൽ പെട്ടെന്നായിരുന്നു ലോറികളിലൊക്കെ 15 ലോഡ് ഫുള്ളായി. ബ്രിഡ്ജിൽ വന്നപ്പോൾ ബ്രിഡ്ജിലത്തെ ആള് ഭക്ഷണം ലഞ്ച് ടൈം ഭക്ഷണം കഴിക്കാൻ വയ്ക്കണം. ഇപ്പോൾ അയാളെപ്പോഴേ വരാം, അരമണിക്കൂറാവും. ഓരോരോ യന്ത്രസാമഗ്രികളുണ്ടല്ലേ. ഇപ്പോൾ അയാൾ വന്നാലേ തൂക്കി പായിടാൻ പറ്റുള്ളൂ. സീറ്റൊക്കെ തുരുമ്പിടിച്ച് പാറിപ്പോയിക്കണം. വെൽഡിങ്ങിൻ്റെ സീറ്റൊക്കെ തുരുമ്പിടിച്ച് പാറിപ്പോയിക്കണേറെ. അടുത്തൊരു കൂട് വണ്ടി വന്നിക്കണം. ബേക്കറി വണ്ടിക്കുള്ള അതേലും വണ്ടി കയറും. KK അജിമിൻ്റെ ഒക്കെ മാറി. അപ്പം നമ്മൾ ലോഡിങ് ഒക്കെ കഴിഞ്ഞു. ഇതാ ഈ വണ്ടികളൊക്കെ ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇയാളോണ്ട് ചോദിച്ചാൽ മതി പാർട്ടി നമ്പർ. ബില്ലൊക്കെ വാങ്ങി പുറത്തിറങ്ങുകയാണ്. നമുക്ക് പാർട്ടി നമ്പറൊന്ന് കിട്ടണം. പാർട്ടിനെ ബന്ധപ്പെടണം. എവിടെയാണ് കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ബില്ലിലെന്താ അഡ്രസ്സ് നോക്കാൻ? ആ കമ്പാണ്. ടാനിങ്ങളൊക്കെ കമ്പോട് നിട്ടാലേ വണ്ടി ആകെ ഓട്ടം പിരിഞ്ഞ് കണ്ടച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും.
അമ്മൻ ഷുഗർ ഫാക്ടറി. എന്തോ ഒരു തിരക്കേന് ഒരു കാലത്തൊക്കെ ഭയങ്കര തിരക്കാണ്. വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല പുറത്തന്നെ. പഞ്ചാര കേടാണ് ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ല. അവിടെ എന്നാലും പഞ്ചാര ഇന്ത്യയിലൊക്കെ വലിയ ഏറ്റവും വലിയ പഞ്ചാറില്ലെങ്കിൽ നടക്കൂല. പച്ചവണ്ടികളൊക്കെ പോലെ കമ്പനി വണ്ടികളാണ് ഇതൊക്കെ. ശ്രീ ബന്നാരി അമ്മൻ തുണൈ അല്ല, ഓരോ കമ്പനി കളറാക്കിയാണ്ട് പച്ച അടിച്ചിട്ട് കാണും. അതാണ് മുസ്ലിം ലീഗാണല്ലേ. ആ, മുസ്ലിം ലീഗാണ്. കരിമ്പാൾ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് ട്രാക്ടറിൽ. ഈ ലിഫ്റ്റ് ബില്ല് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടാവും. ഇവിടെ നിർത്തിയിട്ടില്ല. ഇതൊരു ഗേറ്റ്, ഇനി അപ്പുറത്ത് അത് മെയിൻ ഗേറ്റ്, കമ്പനി ഗേറ്റ്, ഇത് പാർക്കിംഗ് ഗേറ്റ്. അപ്പൊ ബന്നാരി അമ്മൻ തുണൈ കമ്പനി നിങ്ങൾ പോയി വരാം. ആസാനെ വിശക്കുണ്ട്. ഞാൻ ആകെ ഒരു കഷ്ണം പുട്ടാ നിന്നേക്കണത്. നിങ്ങള് എന്തൊക്കെ തിന്നു? ആ, ചെറിയ പയ്യനാ. നിങ്ങൾ 2 പൊറോട്ട നീല ഒലക്കാണ്. ഭക്ഷണം ഒന്ന് കഴിക്കാം. ഓഫീസിന്റെ അവിടെ നിന്നോ? ദൂരം പോകാനും എടുക്കാണ്ട്. അവിടെ കഴിക്കാനാ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി തിരിച്ച് കൊണ്ടൽപ്പെട്ട എത്തിയിട്ട് നമ്മളെ ഓഫീസിൻ്റെ അടുത്ത്. ഇതാണ് നമ്മളെ ഓഫീസ്, നിതീഷ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഊണ് കഴിച്ചു, ചോറുന്നു. അവിടെ നേരെ പോകാം. അപ്പോൾ നേരത്തെ ആയതുകൊണ്ട് കാട്ടിൽ കയറാം. രാവിലെ ലോഡ് ഇറക്കാമെന്ന് കരുതുന്നുണ്ട്. ഇപ്രാവശ്യം ഫോറസ്റ്റിൽ മുഴുവൻ കാട്ടുപോത്തളാണ്. കാട്ടി എല്ലായിടത്തും കാട്ടുപോത്തളാണ്. എത്ര തോനെ കാട്ടുപോത്തളാണ്. ഇന്ന് നിറച്ച് കാട്ടുപോത്തളാണ്. എത്ര തോനെ കാട്ടുപോത്തളം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ കാട്ടുപോത്തിനെ കണ്ടു, കരടിനെ കണ്ടു. പിന്നെ ആനയും മാനൊക്കെ പിന്നെ സാധാരണ ഉള്ളതാണ്. കാട്ടുപോത്തളം ഇങ്ങനെ കാണില്ല, ചുരുക്കാണ്. കർണാടക ഫോറസ്റ്റിലൊക്കെ ഫുള്ളും മഴയില്ല. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തൊട്ട് മഴയില്ല. നാട്ടിൽ നാളെ ലോഡിറക്കാൻ ചിലപ്പോൾ മഴ ഉണ്ടോന്നാവും. അപ്പൊ ഇരട്ടാകണതിന് മുമ്പ് നമ്മൾ ഫോറസ്റ്റ് ഇറങ്ങുക. സാധാരണ കയറിയിടത്തോളം മുഴുവൻ നമ്മൾ രാത്രി ലോക്കായി കാണില്ല. ഫോറസ്റ്റിൽ കുറേ കാലങ്ങൾ കേസാണ് ഫോറസ്റ്റ് പാസ്സായി കിട്ടുന്നത് രാത്രി തന്നെ. ആ, കുറേ ദിവസമായി അങ്ങനെ വന്നിട്ട്. മറ്റൊക്കെ കാട്ട് കിടന്ന് രാവിലെയാണ് വരല്. ഇവിടൊക്കെ മഴ ചാറിയേക്കണല്ലേ. തുറപ്പള്ളി എത്തി, തുറപ്പള്ളി. ആ, പ്ലൈവുഡിൻ്റെ വണ്ടിയാണ്. കുറേ വണ്ടി ഇങ്ങനെ ഇതുവഴി പോകും, മൈസൂർ വഴി പോകുന്നുണ്ട്. കുറേ വണ്ടി മംഗലാപുരം വഴി പോകും. നമ്മളിപ്പോൾ ലോഡിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. വളാഞ്ചേരിയിൽ. ഇതാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡാണ്. ഇതിങ്ങോട്ട് വളാഞ്ചേരിയാണ്, ഇങ്ങോട്ട് പെരിന്തൽമണ്ണയാണ്. വളാഞ്ചേരിക്ക് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. JCBൻ്റെ സ്റ്റാൻഡാണ് തോന്നുന്നുണ്ട്.
അപ്പോൾ ഇവിടെ അടുത്ത് വരെയാണ് ഷോപ്പ് വരുന്നത്. SRS ബസാർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ രാത്രി 1:30 മണിക്ക് നമ്മളിവിടെ എത്തി. ഇപ്പോൾ 6:30 മണിക്ക് വന്നിട്ട് പായൊക്കെ കഴിച്ചാൻ പറഞ്ഞു ലോഡിങ്. അപ്പോൾ കഴിച്ച് നിർത്തി കൊടുത്തിട്ടുണ്ട്. നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നല്ല മഴക്കാറാണ്. അപ്പോൾ നമുക്ക് ടണ്ണിന് 1150 ഉറുപ്പ്യാണ് ഇത് വാടക കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ലോഡ് ഇറക്കട്ടെ. ഇന്നിപ്പോൾ ആഗസ്റ്റ് 15 അപ്പോൾ നമ്മളെ ചങ്ങായിമാർക്ക് എല്ലാവർക്കും നമ്മളെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് മൈസൂർക്ക് തന്നെ കയറണമെന്ന് കരുതുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ലോങ് എന്തെങ്കിലും പോകാമെന്ന് കരുതി കയറിയതാണ്. 2 ദിവസം വാടക കൊണ്ടൊന്നും ലോഡുകൾ ഒത്തിട്ടില്ല. ഇപ്പം നാട്ടിൽ നിന്ന് ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ലോങ് ഏത് ഭാഗത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ആ വഴിക്കും നമ്മൾ നോക്കും ആദ്യം. അപ്പം ഇനി എന്തായാലും ലോഡ് ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ഹബീബി അപ്പോൾ നമ്മളെ ലോഡ് ഇറക്കി കയ്യാറായി. ഇനി ഒരു 3 അട്ടിയും കൂടെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കടകളൊക്കെ തുറന്ന് സജീവമായി. അപ്പോൾ ഇതാണ് ഗോഡൗണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.